RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. എന്താണ് ചങ്ങായിമാരെ വിശേഷങ്ങൾ? എല്ലാവരും സേഫായിട്ട് GCCയിലും അതേപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളും സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. യുദ്ധത്തിന്റെ ഭീതിയിൽ ഒരുപാട് പേര് നാട്ടിൽ നിന്ന് മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അതേപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് സേഫ് അല്ലെന്ന്. എല്ലാവരും ഇവിടെ സേഫായിട്ടിരിക്കുന്നുണ്ട്. ഇനിയും എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 29 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒമ്പന്മാരൊക്കെ അടിതെറ്റി വീണപ്പോൾ ആഴ്സണലിന് മാത്രം തലപ്പത്ത് കയറിയിരിക്കുകയാണല്ലോ. ആഴ്സണൽ ഫാൻസിനെ വീണ്ടും ചിരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കടലാസിലായിരുന്നു 4 പോയിന്റ് ലീഡെങ്കിൽ ഇപ്പൊ അവര് ശരിക്കും 4 പോയിന്റ് ലീഡ് നേടിയിരിക്കുകയാണ്. അങ്ങനെ 7 പോയിന്റ് ലീഡാണ് മാഞ്ചസ്റ്റർ സിറ്റിയെക്കാളും. 67 പോയിന്റുമായിട്ടാണ് 30 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആഴ്സണൽ ടോപ്പിൽ നിൽക്കുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ അവര് സാക്കയുടെ ഒരൊറ്റ ഗോളില് മത്സരമായിരുന്നു, അതുകൂടി ആലോചിക്കണം. അങ്ങനെ അവര് 67 പോയിന്റ് സെക്കൻഡ് പ്ലേസിലുള്ള മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് 7 പോയിന്റിന്റെ ഗ്യാപ്പ് നേടിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ 4 പോയിന്റാണ്, ബാക്കി 3 പോയിന്റ് പേപ്പറിലാണെന്നുള്ളതാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇനി ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് അവരുടെ പേപ്പർ എത്താൻ വേണ്ടിയിട്ട്, ആഴ്സണലിന്റെ കൂടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ 29 റൗണ്ട് മത്സരങ്ങളിലേക്ക് ഇങ്ങനെ കടക്കുന്ന സമയത്ത് ഇന്നലെ ബാഴ്സലോണ വിസസ് അത്ലറ്റിക്കോ മഡ്രിഡ് ഒരു ഗംഭീര മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം അതിനെക്കുറിച്ചായിരുന്നു സംസാരം. ബാഴ്സലോണയുടെ ആ ഒരു പോരാട്ട വീര്യത്തിനെ കുറിച്ചായിരുന്നു. അങ്ങനെ കിടിലൻ 3 ഗോളിന്റെ വിജയം നേടിയെങ്കിലും അത്ലറ്റിക്കോ മഡ്രിഡിനോട് ഫസ്റ്റ് ലെഗിൽ 4-0 പരാജയപ്പെട്ടുകൊണ്ട് ബാഴ്സലോണ കോപ്പ ഡെൽ റേ എന്ന് സെമിഫൈനലിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അത്ലറ്റിക്കോ മഡ്രിഡും റയൽ സൊസിഡാഡും തമ്മിലാണ് ഇനി ഫൈനൽ നടക്കാൻ പോകുന്നത്. ഇനി അത്ലറ്റിക്കോ മഡ്രിഡ് എന്ത് കാണിക്കുന്ന അറിയില്ല. 13 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ കോപ്പ ഡെൽ റേന്റെ ഫൈനലിൽ എത്തുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ മുങ്ങിപ്പോയ ഒരു കളിയുണ്ട്. 20 സ്ഥാനക്കാരായ വോൾസിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് പരാജയപ്പെട്ട ലിവർപൂൾ. വലിയ അതൊന്നും കണ്ടില്ല. ആരിൻ്റെയും എന്താണ് പറഞ്ഞാൽ ട്രോളുകളും കാര്യങ്ങളൊന്നും കണ്ണാതെ രക്ഷപ്പെട്ട് ഇങ്ങനെ മുങ്ങി നടക്കായിരുന്നു ലിവർപൂൾ. അങ്ങനെ വോൾസ് 16 പോയിന്റാണ് അവരാകെ നേടിയിട്ടുള്ളത്. 20 സ്ഥാനത്താണ് കിടക്കുന്നത്. അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ലിവർപൂള് പരാജയപ്പെട്ടിരിക്കും 2-1. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ 4, 5, 6 മത്സരങ്ങളായി ഈ അവസാന 90 മിനിറ്റുകൾക്ക് ശേഷം ഗോൾ വഴങ്ങിയിട്ട് എക്സ്ട്രാ ടൈമിൽ അല്ലെങ്കിൽ അവസാന മിനിറ്റുകളിൽ ഗോൾ വഴങ്ങിയിട്ട് ലിവർപൂൾ പരാജയപ്പെടുകയും അതേപോലെ തന്നെ സമനില നേടുകയൊക്കെ ചെയ്തിട്ടില്ല ഈ സീസണിൽ. എന്താണ് സാൾട്ടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പിടിയില്ല കേട്ടോ. ഈ സീസണിൽ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. മുകളിലോട്ട് കയറേണ്ട ഒരുപാട് അവസരങ്ങളായിരുന്നു. പക്ഷെ മറ്റൊരു ടീമുകളൊക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇവരും പോയിന്റ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 29 റൗണ്ട് മത്സരങ്ങൾ ഇന്നലെ ഒരുപാട് മത്സരങ്ങൾ ഒരേ ടൈമിൽ കൊണ്ടുവച്ചിട്ട് ഇത് എന്താണ് ചങ്ങായിമാരെ, ഏതാ കാണുക എങ്ങനെയാ കാണുക എന്നുള്ള ഒരുപാട് കൺഫ്യൂഷനിലാണ്. ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളി കുറേ നേരം കണ്ടു, കുറേ നേരം ആഴ്സണലിന്റെ കളി കണ്ടു, ചെൽസിയുടെ കളി കണ്ടു. ലാസ്റ്റ് അവസാനം ആ കളിയൊക്കെ കണ്ടപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളികൾ കംപ്ലീറ്റ് കണ്ടു. അങ്ങനെ മൈക്കൽ കാരിക്കിന്റെ ആ ഒരു വിജയത്തിന്റെ ഇങ്ങനെ വിജയമായിട്ട് 7 മത്സരങ്ങളൊക്കെ വിജയിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ചായിട്ട് സമനിലയൊക്കെയായിട്ട് വരികയായിരുന്നു, തോൽവി അറിയാതെ. അവസാനം വിജയിച്ച് ഇങ്ങനെ തോൽവി അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ചങ്ങായുടെ മുടിയൊക്കെ വെട്ടണമെന്ന് വിചാരിച്ച് വീണ്ടും 2 മത്സരങ്ങൾ കണ്ടിന്യൂസ് വിജയം നേടിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് മൈക്കൽ കാരിക്കിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കരിയറിൽ ആദ്യ പരാജയം ഏറ്റുവാങ്ങും. അതും ന്യൂകാസിൽ യുണൈറ്റഡ് 45 മിനിറ്റ് ശേഷം 10 പേരായിട്ട് അവിടെ കളിച്ചത്. എമ്മാതിരി ഡിഫൻസും ആ ഗോൾ കീപ്പർ ഒരു രക്ഷയില്ല മോനെ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തെലങ്ങും ഇട്ട് ആക്രമിക്കായിരുന്നു. ലോ ബ്ലോക്ക് ചെയ്തിട്ട് കിട്ടുന്ന അവസരങ്ങൾ കൗണ്ടറും കൊണ്ട് ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് കളിയിൽ എന്താ പറയാ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അങ്ങനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അവസാന നിമിഷത്തിൽ എക്സ്ട്രാ ടൈമിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ന്യൂകാസ്റ്റലിന്റെ ചങ്ങായുടെ ഗോൾ വന്ന്. എമ്മാതിരി ഗോളാണ് ആ പെനാൽറ്റി ബോക്സിൽ ഇടുന്ന ഒരു കർവ് സാധനം. അഗ്വറിനെ കാഴ്ചക്കാരനായി ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാനില്ല, ഒരു വഴിയില്ല. ഗോൾ കീപ്പർ നോക്കി നിൽക്കല്ലാതെ ഒരു രക്ഷയില്ലാത്ത ഗോൾ. ഇങ്ങനെ കർവ് അങ്ങോട്ട് മഴവില്ല് കണക്ക് അങ്ങോട്ട് ഗോൾ പോസ്റ്റിനുള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന്റെ ആരാധകരും അതുപോലെ അവരുടെ ഡെക്കോട്ടിലെ ആ കോച്ചും എല്ലാവരും കൂടി സെലിബ്രേഷൻ കാണാം. അവന്റെ ഗോൾ കീപ്പറുടെ സെലിബ്രേഷൻ കാണാം. എന്താ പറഞ്ഞാൽ അവർ അത്രമാത്രം ആ ഗോൾ കീപ്പർ അത്രമാത്രം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമനിലയ്ക്ക് വേണ്ടിയിട്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് പൊരുതി നോക്കിയിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ എമ്മാതിരി ഡിഫൻസ് ആണ്. ആ 74 മിനിറ്റിലാണ് തോന്നുന്നുണ്ട് ഒരു ഗോൾ കീപ്പർ ആ ചങ്ങായ ഒരു സേവ് നടത്തുന്നുണ്ട്, ലെഫ്റ്റ് ഹാൻഡിൽ ഒരു സേവ്. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എന്താ പറയാ ഇന്നും വിജയിച്ചിട്ട് ചരിത്രം കുറിക്കുന്നൊക്കെ വിചാരിച്ചതാണ്. അതേപോലെ തന്നെ 8 മത്സരങ്ങളിൽ അസിസ്റ്റ് കൊടുത്ത് ബ്രൂണോ ഫെർണാണ്ടസ് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഇഷ്ടംപോലെ അവസരം മാത്യു കുഞ്ഞയ്ക്കും അതേപോലെ ബോവയ്ക്കും അതേപോലെ എല്ലാവർക്കും സെസ്കോയ്ക്കും ഒക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. അവരുടെ ഡിഫൻസും ന്യൂകാസ്റ്റലിന്റെ ഡിഫൻസും അതേപോലെ തന്നെ ആ ഒരു ഗോൾ കീപ്പർ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ഇടും. കളി കണ്ടവർക്ക് ശരിക്കും
ആ അവസാന മിനിറ്റിൽ ഗോൾ വന്നില്ലെങ്കിൽ ഇല്ലെങ്കിലും ന്യൂകാസിൽ തന്നെയായിരുന്നു ആ ഒരു ഡിഫൻസിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തകർത്ത് നിർത്തിയത്. അങ്ങനെ കാരിക്ക് ആദ്യ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കളി കഴിഞ്ഞു നോക്കുമ്പോൾ ആഴ്സണൽ ടോപ്പിൽ നിൽക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിട്ട് അവരുടെ ഹോം ഗ്രൗണ്ടിൽ 2-2 സമനില നേടിയിട്ടാണ് അവർ ഒരു പോയിന്റാണ് നേടിയത്. 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്യണം. എന്താ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ അടിച്ചു, സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ അടിച്ചു. പക്ഷെ അവസാനം കളി കഴിഞ്ഞപ്പോൾ 2-2 സമനിലയിലാണ് മാഞ്ചസ്റ്റർ സിറ്റി പിരിഞ്ഞത്. അങ്ങനെ സിറ്റി വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തപ്പോൾ ആഴ്സണൽ ഫാൻസ് വീണ്ടും എന്താ പറഞ്ഞാൽ ആ ഒരു പോയിന്റ് ഗ്യാപ്പ് കൂടുന്തോറും ഇനിയുള്ള 8 മത്സരങ്ങളുള്ളൂ ആഴ്സണലിന്. 8 മത്സരങ്ങൾ. അതിൽ മാഞ്ചസ്റ്റർ സിറ്റി വരുന്നുണ്ടെന്നുള്ള കാര്യം, ആ സിറ്റിനെ കൂടെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഉറപ്പിച്ചു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഈ സീസണിൽ ആഴ്സണൽ കപ്പ് ഉറപ്പിച്ചു. ഈ സാല കപ്പ് നമ്മുടെ അത് ഉറപ്പിച്ചു. ആ ഒരു മത്സരത്തിന് വേണ്ടി കാത്തിരിക്കും ആഴ്സണൽ ഫാൻസ് കംപ്ലീറ്റ്. ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല ആഴ്സണൽ സംബന്ധിച്ചിടത്തോളം. ഇന്നത്തെ മത്സരത്തിൽ ആ ഒരൊറ്റ ഗോളിൽ അവർ ഊന്നിപ്പിടിച്ച് ഇതിലെ അവസരങ്ങൾ 2 ടീമിനും കിട്ടിയിട്ട് ഹൈലൈറ്റ്സാണ് ഞാൻ കണ്ടത്. എനിക്ക് മുഴുവൻ കളി കാണാൻ പറ്റില്ല, ഹൈലൈറ്റ്സാണ് കണ്ടത്. പക്ഷെ കളിയിൽ ആഴ്സണലാണ് ആ 3 പോയിന്റ്, വിലപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്ക് ബാക്കി അടുത്ത മത്സരത്തിൽ ചെൽസി വിസസ് ആസ്റ്റൺ വില്ല. ആസ്റ്റൺ വില്ല വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ ചങ്ങായിമാർക്ക് 2026 സംഭവിച്ചെന്ന് അറിയില്ല. തൊടുന്നതെല്ലാം എന്താ പറയാ, തൊട്ടതെല്ലാം പണിയാണെന്ന് അറിയില്ല, അതേപോലത്തെ പണിയാണ്. മത്സരങ്ങളെ തോൽക്കല്, അതേപോലെ തന്നെ സമനില, ഇതല്ലാണ്ട് പറഞ്ഞില്ല. ഫസ്റ്റ് കളി തുടങ്ങിയപ്പോൾ തന്നെ 2 മിനിറ്റിൽ തന്നെ ഗോൾ സ്കോർ ചെയ്തപ്പോൾ ആസ്റ്റൺ വില്ലയുടെ ഹോം ഗ്രൗണ്ട് ആണ്, ചെൽസിക്ക് എതിരെ ഫസ്റ്റ് 2-ാം മിനിറ്റിൽ തന്നെ ഗോൾ സ്കോർ ചെയ്യണം. അപ്പോൾ വിചാരിച്ചു ചെൽസിക്ക് പണി പാലുമേളത്തിൽ കിട്ടിയെന്ന് വിചാരിച്ചേ. പക്ഷേ ജാവോ എന്ന് പറയുന്ന ബ്രസീലുകാരന്റെ ഹാട്രിക്കിൽ മോനെ ഹാട്രിക് അടിക്കാൻ കൂട്ടുന്ന ആരൊക്കെയാ? 2 അർജന്റീനക്കാര്. ഒരു സൈഡ് ഗർനാച്ചോ ആണെങ്കിൽ ഒരു സൈഡ് എൻസോ ഫെർണാണ്ടസ്. 2 അസിസ്റ്റുകളും കൊടുത്തത്. എമി മാർട്ടിനസ് എന്ന അർജന്റീനക്കാരൻ ഗോൾ കീപ്പർ നോക്കി നിൽക്കുക. ഹാട്രിക്കും തികച്ചിട്ട് ചങ്ങായിയുടെ സെലിബ്രേഷൻ ഉണ്ട്. ആ എമി മാർട്ടിനസിന്റെ കാല് ബൂട്ട് പോളിഷ് ചെയ്ത് കൊടുക്കുന്നത്. അസിസ്റ്റും ഗോളുകളൊക്കെ ആയിട്ട് ബ്രസീലും അർജന്റീന ആ ഒരു കോംബോ വർക്കില്ലേ. രാജ്യത്തിന് വേണ്ടി ഇവര് നന്നായി തല്ലൂട്ടൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ ക്ലബിന് വേണ്ടി കളിക്കുമ്പോൾ ആ ഒരു ഒരുമയുണ്ടല്ലോ. ഗർനാച്ചോയുടെ അസിസ്റ്റ്, അതേപോലെ എൻസോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റ്, ഗോൾ അടിക്കുന്ന ബ്രസീലുകാരനായ ജാവോ പെഡ്രോ. അങ്ങനെ ചെൽസി 4-1 തരിപ്പണാക്കിയിരിക്കുന്ന ആസ്റ്റൺ വില്ലയുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് അവർ വിലപ്പെട്ട 3 പോയിന്റ്. കഴിഞ്ഞ കളിയിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു, റെഡ് കാർഡ് വാങ്ങിച്ചു. കുറെ കളികൾ റെഡ് കാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ എല്ലാവരും ആസ്റ്റൺ വില്ലയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും എല്ലാവരും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോഴും തലപ്പത്ത് നമ്മൾ ഇരിക്കുന്നുണ്ട് ആഴ്സണല്. അപ്പോൾ നമുക്ക് ഈ മത്സരങ്ങളിൽ എല്ലാത്തിൻ്റെയും സ്കോറിലേക്ക് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 29-ാം റൗണ്ടില് ഫസ്റ്റ് മത്സരം നടക്കുന്നത് ബോൺമൗത്തും ബേൺഫോർഡും തമ്മിലാണ്. അതിൽ സമനില പിരിയാണ് 2 ടീമുകളും. അടുത്ത മത്സരം എവർട്ടനും ബേൺലി ആയിട്ടുള്ളതാണ്. എവർട്ടന്റെ ഹോം ഗ്രൗണ്ട് വെച്ച് 2-0 എവർട്ടൺ വിജയിക്കുകയാണ്. അതിന്റെ അടുത്ത മത്സരം ലീഡ്സ് യുണൈറ്റഡ് ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് സണ്ടർലാൻഡ് 1-0 വിജയിക്കുകയാണ്. അതിന് തൊട്ട മത്സരമാണ് വോൾസിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് 2-1 ലിവർപൂൾ പരാജയപ്പെടുത്തുക. വോൾസ് അവസാനത്തെ 2 കളിയിൽ കിടിലൻ പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത്. എന്താ കാരണം 2-3 കളിയായിട്ട്. കാരണം എന്താ പറഞ്ഞാൽ അവർ ഏറ്റവും ടോപ്പിലാണ്, ടേബിളിന്റെ ഏറ്റവും താഴെ കിടക്കുന്നത്. അവർക്ക് റിലഗേഷൻ സോണിൽ വോൾഡിലേക്ക് വരണമെങ്കിൽ പണിയെടുത്തില്ലെങ്കിൽ അടുത്ത സെക്കൻഡ് ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെടുന്നുള്ള കാര്യമാണ്. അടുത്ത മത്സരം നോക്കിയാണ് ആസ്റ്റൺ വില്ല ചെൽസി മത്സരം. ആസ്റ്റൺ വില്ലയുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് 4-1 പരാജയപ്പെടുത്തിയത്. തൊട്ട മത്സരം ബ്രൈറ്റനെ 0-1 ആഴ്സണൽ ബ്രൈറ്റന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു എവേ മത്സരത്തിന്റെ ആ ഒരു വിജയം ഉണ്ടല്ലോ, 3 പോയിന്റ് ഒരു ഗോളാണെങ്കിലും ബാക്കി കുറെ മത്സരങ്ങൾക്ക് ശേഷം ഗോൾ അടിച്ചാണ്. അങ്ങനെ ഫുൾഹാമിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് വെസ്റ്റ് ഹാം യുണൈറ്റഡ് 1-0 വിജയിക്കുകയുണ്ടായി. അടുത്ത മത്സരം മാഞ്ചസ്റ്റർ സിറ്റി ആദ്യം ഗോൾ അടിക്കുന്നു, അവർ സമനില നേടുന്നു, വീണ്ടും ഗോൾ അടിക്കുന്നു. വീണ്ടും 78-ാം മിനിറ്റിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ട് ഒന്ന് ആലോചിക്കണം. പെപ്പിന്റെ സിറ്റിക്ക് കാലടരെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 2-2 സമനിലയില്ല, അവിടെ 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്യാണ്. ഇനി മത്സരങ്ങൾ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കണം. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ന്യൂകാസിൽ യുണൈറ്റഡ് 10 പേരുമായിട്ട്, എനിക്ക് ആ ഒരു യെല്ലോ കാർഡ് എന്തിനാണ് കൊടുത്ത് റെഡാക്കി 2ാമത്തെ യെല്ലോ കാർഡ് കിട്ടിയ ആ ഒരു പെനാൽറ്റിക്ക് വേണ്ടിയിട്ട് ആ സ്ലൈറ്റ്ലി ഒരു ടച്ച് ഉണ്ടായിരുന്ന ആ ഒരു ഡൈവ്, അതെങ്ങനെയാണ് ഡൈവായി എന്ന് ആ റഫറി എന്തിനാണ് ആ യെല്ലോ കാർഡ് കൊടുത്തത്? അതിന് ശേഷം തന്നെയാണ് ന്യൂകാസിലിന് വീണ്ടും പെനാൽറ്റി, ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഒരു ഫൗളിൽ പെനാൽറ്റി കിട്ടുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ നാടകീയമായ രംഗങ്ങളായിരുന്നു അവസാനം ഫസ്റ്റ് ഹാഫിന്റെ ഇഞ്ചുറി ടൈമിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഒരു സൈഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആക്രമിച്ച് കഴിക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് ബസ് പാർക്ക് ചെയ്തിട്ട് ന്യൂകാസിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ കൗണ്ടറോട് അവസാനത്തെ ഒരു കിടിലൻ കൗണ്ടർ ഗോളിലൂടെയാണ് അവർ 2-1 വിജയം നേടിയത്. അങ്ങനെ ആ ഒരു വിന്നിംഗ് സ്ട്രൈക്ക് അങ്ങോട്ട് അവസാനിച്ചിരിക്കുക മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ട്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന ടോട്ടൻഹാം ഹോട്ട്സ്പർ വിസസ് ക്രിസ്റ്റൽ പാലസ്. എന്തായാലും
ന്യൂകാസിലിന് ഈ ഒരു വിജയം എന്ന് പറഞ്ഞാൽ അടുത്ത മത്സരം സിറ്റി ആയിട്ടാണ്, മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് 10-ാം തീയതിയും 17-ാം തീയതിയും ആരായിട്ടാണ്, ബാഴ്സലോണയായിട്ട് ചാമ്പ്യൻസ് ലീഗ് മത്സരം വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ടൈറ്റ് മത്സരം കഴിഞ്ഞിട്ട് അവർക്ക് ബാഴ്സലോണ നേരിടുന്നുണ്ട്. അത് ഫോം ഗ്രൗണ്ടിലെന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പോൾ നമുക്ക് ടേബിളിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ തലപ്പത്ത് ഈ സീസണിൽ കുറെ കാലമായിട്ട് ഇങ്ങനെ ആഴ്സണലിന്റെ ഫ്രണ്ടിൽ പോകണം. ആരും ആഴ്സണലിനെ മറികടന്ന് മുകളിലോട്ട് വന്നിട്ടില്ല ഈ അടുത്തൊന്നും. സിറ്റിയൊക്കെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ പോയിന്റില് ടോപ്പിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ലാലിഗിൽ പോലെ തന്നെ 4 പോയിന്റ് ഡിഫറൻറ്റിലാണ് ബാഴ്സലോണയും റയൽ മഡ്രിഡും പോലെ തന്നെ ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റി നിൽക്കുന്നത്. പക്ഷെ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ 7 പോയിന്റ് ഉണ്ട് ആഴ്സണലിന്. കാരണം ഒരു കളി കൂടുതൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ 30 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 20 വിജയം 7 സമനിലയും 3 തോൽവിയടക്കം 67 പോയിന്റുമായിട്ട് ആഴ്സണലാണ് തലപ്പത്തുള്ളത്. 59 ഗോളുകൾ അടിച്ചപ്പോൾ 22 ഗോളുകൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റി നോക്കുകയാണെങ്കിൽ 29 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 18 വിജയവും 6 സമനിലയും 5 തോൽവിയടക്കം 60 പോയിന്റുമായിട്ട് 59 ഗോളുകൾ അടിച്ചപ്പോൾ 27 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. 3-ാം സ്ഥാനത്തുള്ള മൈക്കൽ കാരിക്കിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 2 ടീമുകൾ തോറ്റു. ആസ്റ്റൺ വില്ലയും പരാജയപ്പെട്ടു, മാഞ്ചസ്റ്റർ യുണൈറ്റഡും പരാജയപ്പെട്ടു. അതേ പോയിന്റിൽ തന്നെയാണ് അവർ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്, 51 പോയിന്റിൽ. 29 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 14 വിജയവും 9 സമനിലയും 6 തോൽവിയടക്കം 51 പോയിന്റ്. അതേപോലെ 15 വിജയവും 6 സമനിലയും 8 തോൽവിയടക്കം 51 പോയിന്റ്. ആസ്റ്റൺ വില്ല അതേപോലെ 4-ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല, 5-ാം സ്ഥാനത്ത് ചെൽസിയാണ്. 29 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 13 വിജയവും 9 സമനിലയും 7 തോൽവിയടക്കം 48 പോയിന്റുമായിട്ട്. അവർക്ക് ഇനി 3 പോയിന്റ് വ്യത്യാസമുണ്ട് ആസ്റ്റൺ വില്ലയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട്. 6-ാം സ്ഥാനത്താണ് ലിവർപൂൾ ഉള്ളത്. 29 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ 48 പോയിന്റുമായിട്ട്. പക്ഷെ ഗോൾ ശരാശരിയിൽ ചെൽസിയാണ് മുന്നിലുള്ളത്. 7-ാം സ്ഥാനത്ത് ബേൺഫോർഡ് ആണ്. 29 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 44 പോയിന്റുമായിട്ട്. 8-ാം സ്ഥാനത്ത് എവർട്ടൺ ഉണ്ട് 29 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 43 പോയിന്റുമായിട്ട്. ബോൺമൗത്ത് ആണ് 9-ാം സ്ഥാനത്തുള്ളത് 29 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 40 പോയിന്റുമായിട്ട്. 10-ാം സ്ഥാനത്തുള്ള ഫുൾഹാം ആണ് 40 പോയിന്റുമായിട്ട്. 11-ാം സ്ഥാനത്ത് സണ്ടർലാൻഡ് ഉണ്ട് 40 പോയിന്റുമായിട്ട്. 12-ാം സ്ഥാനത്ത് 39 പോയിന്റുമായിട്ട് ന്യൂകാസൽ വന്നിട്ടുണ്ട്. ആ ഒരു ഉണ്ടല്ലോ 40 മുതൽ 39 വരെ 50 വരെ ഒരുപാട് ടീമുകളുണ്ട് ഒരു 10 പോയിന്റ് ഗ്യാപ്പിൽ. അപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എന്തായാലും ആഴ്സണലിൽ തേരോട്ടം തുറന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇനി മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആ ഒരു മത്സരത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിലാണ്. ആഴ്സണലിൽ ഒരു സമനില എങ്കിലും അതിൽ നേടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിജയത്തിൽ കുറഞ്ഞൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്നാലും ചുരുങ്ങിയതൊരു സമനിലയെങ്കിലും മതി അവർക്ക് പോയിന്റ് ഗ്യാപ്പ് ഇങ്ങനെ തുടരാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആഴ്സണൽ ഫാൻസ് ആയിക്കോട്ടെ, മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസ് ആയിക്കോട്ടെ, നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ആരായിരിക്കും കപ്പ് നേടുന്നത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.